എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൂന്നാറിലുള്ള റിസോർട്ടിനെ ചൊല്ലി തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാര്യം തീരുമാനിച്ച് സൂര്യനാരായൺ പറഞ്ഞു, അതെ, ഞാൻ ആ വിൽപത്രം എന്തായാലും റദ്ദാക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും അത് റദ്ദാക്കാനല്ലോ ഞാൻ എഴുതിയെന്ന് പറയാം. അജയ് പറഞ്ഞ അറിയാം, എല്ലാ മക്കളും ഒരേപോലെ കാണേണ്ട അച്ഛനാണ്. പക്ഷേങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജാനിയടുത്തെ അഭിയേട്ടന്റെ പേരിൽ അത് എഴുതി വെച്ചിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രോഷാകുലനാകുവാണ്. ആ സമയം അപർണ പറഞ്ഞു, നിങ്ങളെക്കാളും നിങ്ങളുടെ അച്ഛൻ എപ്പോഴും കാര്യം ഇവരോട് തന്നെ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചെന്ന് പറയാം. എന്നാൽ ഇത്രയും വലിയ ക്രൂരത കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ജാനകി വെറുതെ അല്ല, ഈ കുടുംബത്തോട് ഭയങ്കര സ്നേഹം കാണിച്ച് ഒട്ടി നിൽക്കണേന്ന് പറയാം. ജാനകി പറഞ്ഞു, വെറുതെ എന്നെ ഇതിനകത്തേക്ക് തല വലിച്ചഴിക്കാൻ വരേണ്ട കാര്യമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലും എങ്കിൽ പിന്നെ എന്താ ആ വിൽപ്പത്രം റദ്ദ് ചെയ്യാനായിട്ട് ജാനിയടുത്ത് പറയാത്തെ എന്ന് അമൃത ചോദിക്കുകയാണ്. അല്ല അമൃത, അതിപ്പിന്നെ ഞാനല്ലോ റദ്ദാക്കേണ്ട ആള്, അച്ഛനല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് അബി പറഞ്ഞു, ജാനകിനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. പിന്നെന്തിനാ ഈ പറയുന്ന ഞാനാണെങ്കിലും അവളാണെങ്കിലും അച്ഛനോട് ഇതിനെ റദ്ദ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാരും കൂടെ ജാനകിയുടെ മേലെ കയറുന്നത്? അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. പിന്നെ ജാനിയടുത്ത് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയാണ് അപ്പൊ തന്നെ അങ്ങോട്ട് പൊള്ളൂലോ എന്ന് പറയണം. സൂര്യനാരായൺ പറഞ്ഞു, അമൃതേ, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അതെ, ഞാൻ മിണ്ടായിരിക്കേണ്ട കാര്യം എന്താച്ചാ, അച്ഛൻ ചെയ്ത പ്രവൃത്തി നല്ലതെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അമല് പറഞ്ഞു, എന്തൊക്കെയാ അമൃതയെ പറയണെന്ന് ചോദിക്കുക. ഇനി ഞാൻ മിണ്ടായിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ്. അജയ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ എന്താണ് ആ വിൽപത്രം റദ്ദ് ചെയ്താൽ മതിയാവുള്ളൂ. അല്ലാതെ ഈ ഇത് ഒരു നടക്ക് പോകത്തില്ല. ഈ കുടുംബം അല്ലെങ്കിൽ രണ്ടായിട്ട് പിളരുമെന്ന് പറയണം. ഞങ്ങൾക്കിത് കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. അമല് പറഞ്ഞു, എന്തൊക്കെ അജയേട്ടെ പറയണെന്ന് ചോദിക്കാം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ ഇതിനെ എതിർക്കൂന്ന് പറയാണ്. എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന കാര്യമില്ലെന്ന് പറയാം. പ്രഭാവതി പറഞ്ഞു, അതെ, നിങ്ങളുടെ അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ എങ്കിൽ എന്നോട് പോലും ആ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലില്ല. എനിക്ക് അതിന്റെ വിഷമമുണ്ട്. പക്ഷേ എങ്കിൽ അത് റദ്ദാക്കണമെന്ന് ഞാൻ പറയത്തില്ല എന്ന് പറയാം. ഓഹോ, അമ്മ ഇപ്പൊ കാല് വാരിയെന്ന് ചോദിക്കും. കാല് വാരിയതല്ല, ഇത്രയും കാലം അച്ഛൻ എന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനി ഇതേപോലെ എന്തൊക്കെയാലും മറച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. ആ, അങ്ങനെ തന്നെ ചോദിച്ചു നോക്കാം അമ്മ, അച്ഛനോട് ചോദിച്ചു നോക്കുക. ഇനി പല രഹസ്യങ്ങളും അച്ഛന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അതെന്താന്ന് ചോദിക്കാൻ പറയാണ്. അത് കേട്ടപ്പോൾ സൂര്യനാരായൺ പറഞ്ഞു, പ്രഭാവതി, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കും. വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ലേന്ന് ചോദിക്കുക. ഇനി എന്നോട് ഒരക്ഷരം പോലും മിണ്ടിയേക്കരുതെന്നൊക്കെ പറയാണ്. സൂര്യനാരായണൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. ആ സമയം അപർണ നേരെ സുമംഗല എടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല, മുത്തശ്ശിക്കൊന്നും ഇതിനകത്ത് പറയാനില്ലേന്ന് ചോദിക്കും. ഞാനെന്ത് പറയാനായിട്ടാ? ഓരോരുത്തർ തീരുമാനം അങ്ങോട്ട് പറയല്ലേ. കൈമണി അടിക്കാനായിട്ട് ഇവിടെ ചിലരൊക്കെ ഉണ്ട്, അവരെ കഴിഞ്ഞിട്ട് ആളുള്ളെന്ന് പറയാണ്. മുത്തശ്ശി എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, മുത്തശ്ശിയുടെ മനസ്സിലൊരു വജ്രായുധമുണ്ട്, അതെടുത്ത് പ്രയോഗിക്കുന്നു. ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മനസ്സിൽ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. മുത്തശ്ശിനി ആ രഹസ്യം മറച്ചു വെച്ച് നീക്കേണ്ട കാര്യമുണ്ടോ? ആ രഹസ്യം എന്താന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയാൻ പറയാണ്. ഇത് കേട്ടതും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് സുമംഗല വെച്ച്, എന്ത് രഹസ്യം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞു നിൽക്കും? ഏ മുത്തശ്ശി, വെറുതെ കള്ളത്തരം പറയണ്ട. എനിക്കറിയാം മുത്തശ്ശിയുടെ മനസ്സിലുള്ള രഹസ്യം എന്താന്ന്. അത് തുറന്ന് പറയുന്നതായിരിക്കും മുത്തശ്ശിക്ക് നല്ലതെന്ന് പറയാണ്. ഇത് കേട്ടൻ പ്രഭാവതി ഇങ്ങനെ നോക്കുകയാണ് സുമംഗലാമ്മനെ. സുമംഗല, അയ്യോ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് മട്ടി നിൽക്കുകയാണ്. ഇത് കേട്ട് ഇനിയിപ്പോ അമല് പറഞ്ഞു, ഇതേ പറഞ്ഞേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കുടുംബത്തെ രണ്ടാക്കാനും നിന്റെ ഭാവമെങ്കിൽ അതൊന്നും നടക്കത്തില്ല. മുത്തശ്ശിയുടെ മനസ്സിലൊരു രഹസ്യം മണ്ണാങ്കട്ടെയൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ചകഞ്ഞു കഴിഞ്ഞ് പുറത്തെടുക്കേണ്ട കാര്യമില്ല. മുത്തശ്ശിക്കൊന്നും പറയാനും ഇല്ലെന്ന് പറയാം. അത് അമലാണോ തീരുമാനിക്കുന്നത്? അത് മുത്തശ്ശി പറയട്ടെ ഇല്ലാന്ന്. മുത്തശ്ശി പറഞ്ഞു, ഇല്ലാന്ന് പറയണോ? ഓ, മുത്തശ്ശിക്ക് പറയാൻ മടിയായിരിക്കും അല്ലേ? എന്നാ ഞാൻ തന്നെ അത് പറയാന്ന് പറയാം. ഇത് കേട്ടതും അജയ് പറഞ്ഞു, അല്ല, അപർണയ്ക്ക് അറിയാമെങ്കിൽ പിന്നെ അപർണ എന്തിനാ മടിക്കണേ? അപർണ രഹസ്യം കൂടെ പറ. കാര്യം എന്താന്ന് ഞങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. ഇനിയിപ്പം മറച്ചു വെക്കേണ്ട കാര്യമാണെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവരും ഒന്നാണ്. അളകാപുരി വീട്ടിലെ ഒരു രഹസ്യങ്ങളും പരസ്പരം ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഇവിടെ പണ്ട് തൊട്ടുള്ള അച്ഛന്റെ പറച്ചിലൊക്കെ. അങ്ങനെയാണെങ്കിൽ എന്തിനാ മറച്ചു വെക്കുന്നത്? എന്ത് കാര്യം ഉണ്ടല്ലോ തുറന്നു പറയണ്ടേ? അതും കൂടെ പറഞ്ഞേക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ ഇതിനെ മറച്ചു വെക്കണം? ഒരു പക്ഷെ ഇത് നിയോഗമായിരിക്കും. ഇത് എവിടെയോ കിടന്ന് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു ചേർന്നു. ഈ സത്യം അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അളകാപുരിയെ തന്നെ പിടിച്ചുലയ്ക്കാൻ വന്ന വലിയൊരു സത്യമാണെന്ന് പറയാണ്. ഇതോടെ സൂര്യനാരായണന്റെ മുഖം കൂടെ മാറി. സൂര്യനാരായണൻ പറഞ്ഞു, അപർണെ, നീ എന്തൊക്കെയാ പറയാൻ പാടെന്ന് ചോദിക്കാം. അച്ഛൻ എന്താ ഭയമുണ്ടോ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ ചൊല്ലി? അച്ഛൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ്. ഇത്രയും കാലം മൂടി വെച്ച രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് പുറത്തു വരാനായിട്ട് പോവാന്ന് പറയാം. ഞാൻ പറഞ്ഞേ വേണ്ട കേട്ടോ എന്ന് പറയാണ്. അജയ് പറഞ്ഞു,
അച്ഛൻ എന്തിനാ ഇങ്ങനെ ഭയക്കണേ? അച്ഛൻ ഭയക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുക. അച്ഛൻ എന്തെങ്കിലും കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ അമ്മ അറിയാതെ ഇനി വേറെയും വല്ല രഹസ്യങ്ങളും ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് സൂര്യനാരായണൻ പറഞ്ഞു, എനിക്കെന്ത് രഹസ്യം? എനിക്ക് രഹസ്യമൊന്നും ഇല്ലാന്ന് പറയാം. ഇത് പറയുന്നുണ്ട് അച്ഛൻ, പക്ഷെ അച്ഛന്റെ മുഖഭാവം അങ്ങനെയല്ലോ പറയണേന്ന് പറയാ. അപർണയോട് അമല് പറഞ്ഞു, ദേ നീ വലിയ ആള് കളിക്കൊന്നും വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി വിടുന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ നിനക്ക് പറയണമെന്ന് പറഞ്ഞ് നീ എല്ലാരും ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തുലയ്ക്ക്, അതോടുകൂടി ആ ശല്യം കൂടെ തീരുമല്ലോ, മനുഷ്യനോട് സമാധാനം വരില്ലോ എന്ന് പറയാണ്. ഓ, അമല് ഇങ്ങനെയൊക്കെയാണ് പറയണേ, പക്ഷെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയണമെന്ന് പറയാം. ഇത് കേട്ടതും അമൃത പറഞ്ഞു, അപർണയ്ക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ പറഞ്ഞെന്ന് പറയണം. ഇനി ഞാൻ പറയാം, വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് നടക്കാം എന്ന് കടക്കാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഈ നിൽക്കുന്ന അഭിറാം ഉണ്ടല്ലോ, ദേ ഇവിടുത്തെ ദത്തുപുത്രനാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം എല്ലാരും ഞെട്ടി. വളർത്തുപുത്രൻ, ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഈ അഭിറാം എന്ന് പറയണേ. നീ എന്തൊക്കെയാ അപർണയെ പറഞ്ഞേ? ദേ വായി വരുന്ന വിളിച്ചു പറഞ്ഞാണ്ടല്ലോ, വെറുതെ പെടത്തില്ല നീ ഞാനെന്ന് പറഞ്ഞിട്ട് അമ്മല് കൈ ചുരുട്ടിക്കണം കൂടെ വരുവാണ്. അമ്മല് തല്ലണോ? തല്ല്. തല്ലുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് ചോദിക്കും ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. മുത്തശ്ശിയുടെ മനസ്സിൽ ഈ രഹസ്യമല്ലേ ഉള്ളായിരുന്നെന്ന് ചോദിക്കാൻ പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യമാണോ മുത്തശ്ശി ഈ കേൾക്കണമെന്ന് ചോദിച്ചാൽ അജയ് അങ്ങോട്ട് വരുവാണ്. അജയ് വന്നിട്ട് ദേഷ്യപ്പെടുവാണ്. ഓഹോ, അപ്പൊ ഇത്രയും വലിയ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, അച്ഛനെന്താ ഒന്നും പറയാത്തെ? അപർണ പറഞ്ഞാൽ അച്ഛനൊന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സൂര്യനാരായണൻ ഒന്നും മിണ്ടിയില്ല. പ്രഭാവതി ഇങ്ങനെ അന്താളിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്ത് അപർണ പറഞ്ഞു, ഇത്രയും വലിയ രഹസ്യമൊക്കെ ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നു ഈ കുടുംബത്തെ, പക്ഷേങ്കില് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടാണ് ഇവിടെ ചിലരൊക്കെ നിക്കണേന്ന് പറയണം. ഇത് കേട്ടതും ജാനകി വന്നിട്ടുണ്ട്, ദേ അപർണെ നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യമോ? ഞാനിതിനാ അനാവശ്യം പറയണേ? അമര് പറഞ്ഞതേ ഇവള് ചുമ്മാ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്ന, ഇതൊന്നും ആരും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവളുടെ സ്വഭാവം അറിയാലോ, ഇവളുടെ അച്ഛനും ചേർന്ന് പുതിയ തന്ത്രമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയണം. ഇത് കേട്ട അപർണ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവ് സഹിതം നിരത്താം, നിങ്ങളുടെ അച്ഛൻ പറയട്ടെ. ഇതേ അബറാമിനെ കുറിച്ച് പറയട്ടെ എന്ന് പറയണം. ഇത് കേട്ട് സൂര്യനാരായണൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവാണ്. കണ്ടില്ലേ അച്ഛൻ പോയത് കണ്ടോ? അപ്പൊ അതിനർത്ഥം എന്താ? അച്ഛൻ ഉത്തരം മുട്ടിപ്പോയെന്നുള്ളതാണ്. ഒരു നിമിഷം ജാനകി അബിനെ നോക്കുവാണ്. അബി ഇങ്ങനെ സമനില ഇറ്റിവനെ പോലെ നിൽക്കുവാണ്. പിന്നീട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയം ജാനകി പുറകെ ചെന്നു. ഇതേ അബിയേട്ടാ, അപർണ എന്തേലും വിളിച്ചു പറഞ്ഞത് കരുതിയിട്ട് അബിയേട്ടൻ അന്ന് വിശ്വസിക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട അബിയൊന്നും മിണ്ടിയില്ല. ആ സമയം അപർണ എന്നിട്ട് അജയോട് പറഞ്ഞു, കണ്ടില്ലേ മിണ്ടാതെ അച്ഛൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ കയറി പോയത് കണ്ടില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരുന്നേ, എന്നിട്ട് അതും പോരാഞ്ഞിട്ട് സ്വത്ത് മൊത്തം എഴുതി കൊടുക്കാൻ നോക്കുന്ന ദത്തുപുത്രന് ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിക്കുകയാണ്. അളകാപരിയെല്ലാം മക്കളാണ് അത് അനുഭവിക്കേണ്ടത്, അല്ലാതെ എങ്ങൊന്നും വലിഞ്ഞു കയറി വന്നാലല്ലെന്ന് പറയണം. അമ്മല് പറഞ്ഞു, ഇതേ അപർണെ നീ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയണം. എന്ത് സൂക്ഷിച്ച് സംസാരിക്കാൻ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പ്രഭാവതി ആകെപ്പാടെ ഒരു ഞെട്ടലോട് വിട്ട് മുറിയിലേക്ക് പോവാണ്. ഒന്നും മിണ്ടിയിൽ ആരോടും. അമൃത ആർക്കും കേട്ട കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ദേ അഭിയേട്ടൻ ഈ കുടുംബത്തിൽ ആരുമല്ലെന്നുള്ള സത്യം. അങ്ങനെ എല്ലാവരും ഒന്നും മിണ്ടാതെ അവനും മുറിയിലേക്ക് പോവാണ്. ആ സമയം അഭി മുറിയിൽ പോയിരുന്ന് പൊട്ടിക്കരയാണ്. ജാനകി എന്നിട്ട് പറഞ്ഞു, അഭിയേട്ടാ ഇങ്ങനെ വിഷമിക്കല്ലേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അഭിയേട്ടൻ സങ്കടപ്പെടല്ലെന്ന് പറയാണ്. ഇത് കേട്ടോ അഭി പറഞ്ഞു, എനിക്ക് സങ്കടമോ? ഇനിയിപ്പൊ അങ്ങനെ ആണെ പോലും എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാനൊന്നും ഈ കുടുംബത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. ഇത്രയും കാലം എനിക്ക് സ്നേഹം തന്നെ എന്നെ ചേർത്ത് നിർത്തിയില്ലേ, അപ്പൊ അതിന് എനിക്ക് എല്ലാവരോടും നന്ദിയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അഭി കരയുവാണ്. ജാനകിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.